ചാലക്കുടി അതിരപ്പള്ളി വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട തൊഴിലാളികൾ. കയ്യിലുണ്ടായിരുന്ന കൊട ഉപയോഗിച്ചാണ്, അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. കൊട വെച്ചാണ് തടുത്തത്. കൊട വെച്ച് തടുക്കാൻ പറ്റുമെന്ന് സംശയമുണ്ടെങ്കിൽ അത് മാറ്റി തൊഴിലാളി കണ്ടല്ലേ, കൊട കൊണ്ട് കരടിയെ തടുക്കുന്നു. കൊട ഒടിഞ്ഞോ? ഇല്ല, കരടി ഒടിഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും കുടയ്ക്ക് എന്തെല്ലാം ഗുണമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാകും. ഇത് ഏത് കമ്പനിയുടെ കുടയാണെന്ന് അറിയില്ല. കുട സ്ട്രോങ് ആയിരുന്നു, കരടി പേടിച്ചുപോയി. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. കരടി വിശ്രമിക്കുകയാണ്. എവിടുന്നാണ് ഈ കുട കിട്ടിയത് എന്നാണ് ആലോചിക്കുന്നത്. ഓക്കെ, സൂരജ് സജി വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. ഈ കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഈ കരടി തോട്ടം തൊഴിലാളിയെ ആക്രമിച്ചിരിക്കുന്നത്. ഈ തോട്ടം തൊഴിലാളി മേഖലയിലൂടെ നടന്നു പോകുന്നതിനിടയിൽ പർലായി എസ്റ്റേറ്റിന് സമീപമാണ് ഈ ആക്രമണം നടന്നത്. നടന്നു പോകുന്നതിനിടയിൽ ഈ കരടി ഓടി അരികിലേക്ക് എത്തുകയായിരുന്നു. ആ സമയത്ത് കുട വച്ച് ഈ കരടിയെ തടയാൻ ശ്രമിക്കുന്നു. പിന്നാലെ ഈ കരടി ഇദ്ദേഹത്തെ ആക്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ശബ്ദം കേട്ട് ഈ തൊട്ടടുത്ത ആളുകൾ ഓടി എത്തിയതോടുകൂടിയാണ് ഈ കരടി പിന്നീട് അവിടെ നിന്ന് ഓടി മറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ചില വീടുകളിലടക്കം ഈ കരടി എത്തിയിട്ടുണ്ട്. ഈ മേഖലയിൽ തുടർച്ചയായി ഈ കരടിയുടെ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് ഈ നാട്ടുകാർ അടക്കം പറയുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു 6 വയസ്സുകാരനെ കരടി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും തോട്ടം തൊഴിലാളിക്ക് നേരെയും കരടിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.